42 സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ 7 ഘട്ടത്തിലേക്ക് പോളിംഗ് നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ 10-ൽ താഴെ ആയിരിക്കും സീറ്റ് എന്ന് സർവേ വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആഘാതമാകുന്നത് മമതാ ബാനർജിക്ക് തന്നെയാണ്. മമതാ ബാനർജിക്ക് ഒരു തുടർ ഭരണം 2026 ലഭിക്കുകയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ 15 കൊല്ലത്തെ പെർഫോമൻസ് നോക്കി തന്നെയായിരിക്കും 2026 വോട്ടിടാൻ പോകുന്നത്. എന്നാൽ ഇപ്പോഴെ തന്നെ മമതാ ബാനർജിക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള അഴിമതി ആരോപണം, സ്വജനപക്ഷപാതം, അക്രമ രാഷ്ട്രീയം തുടങ്ങി നിരവധി സംഭവങ്ങളുണ്ട്. എതിർ സ്ഥാനത്ത് സുവേദു അധികാരി BJPയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അധർ രഞ്ജൻ ചൗധരിയുമായിട്ടുള്ള വാക്തർക്കം, ഒടുവിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ അപ്രമാദിത്വം വേണമെന്ന മമതാ ബാനർജിയുടെ ആവശ്യം, ഇതൊന്നും കൃത്യമായും കോൺഗ്രസ് എന്താണ് ഇതിൻ്റെ കള്ളക്കളിയെന്ന് മനസ്സിലാക്കില്ല എന്നൊക്കെയാണ് ഇവർ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത്. BJPയുമായിട്ടുള്ള ഈ വഴക്കിടൽ താൽക്കാലികം തന്നെയാണ്. BJP നേതൃത്വത്തിൻ്റെ ഭാഗമാകാനും ആ മന്ത്രിസഭയിൽ വേണമെങ്കിൽ അംഗമാവാനും മമതാ ബാനർജിക്ക് ഇനിയും ഒരു മടിയുമില്ല. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ അവർ മന്ത്രിയായിരുന്നതുകൊണ്ട് തന്നെ കൃത്യമായും മമതാ ബാനർജിക്ക് എന്തൊക്കെയാണ് ഇനിയുള്ള ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അവർ ഒരു മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ജനങ്ങൾ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പഴയ സമയത്താണ്. നരേന്ദ്രമോദിയുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസ് വളരരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. എന്നാൽ BJPയുടെ വർഗീയതയെ എല്ലാ രീതിയിലും വളർത്തിയെടുക്കാൻ മമതാ ബാനർജിയുടെ അക്രമ രാഷ്ട്രീയം കൊണ്ട് തന്നെ BJP അവിടെ കളം പിടിച്ചു. അടിക്കടി എന്ന രീതിയിൽ മറുപടി കൊടുത്ത BJPയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് CPIM മൊത്തത്തിൽ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച കണ്ടത്. നിരവധിയായ ബ്രാഞ്ച് കമ്മിറ്റികൾ എൻ ബ്ലോക്കായി CPIMൻ്റെത് BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം എന്നുള്ളത് പയ്യെ മാഞ്ഞ് അത് താമര ചിഹ്നത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതായത് ചുവപ്പ് കാവിയായി മാറുന്ന ഒരു അപൂർവ കാഴ്ച ബംഗാളിൻ്റെ എല്ലാ തിരുവോരങ്ങളിലും സുലഭമായി കാണാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നിമിഷമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നത്. ബംഗാളിൽ CPIMന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഒരിടത്ത് പോലും റണ്ണറപ്പ്, അതായത് 2ാം സ്ഥാനം പോലും ലഭിക്കാത്ത രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തെ. ഇക്കുറിയും വ്യത്യാസമല്ല. ഇക്കുറിയും CPIM കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും കൃത്യമായി CPIM BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന അത്തരത്തിലേക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെക്കുകയാണ് ചെയ്യുന്നത്.